നിഗമകൽപ്പതരോർഗളിതം ഫലം. വേദമാകുന്ന വൃക്ഷത്തിൽ നിന്നും വീതി കിട്ടിയ പഴമാണ്. ചില പഴങ്ങൾ കായായിരിക്കും തന്നെ അത് പറിച്ച് പിന്നെ ചൂട് കൊണ്ട് പഴുപ്പിക്കാറുണ്ട്. അത് അത്ര സ്വാദം ഉണ്ടാവില്ല, മരത്തിൽ തന്നെ പഴുക്കണം. പിന്നെ കിളി കൊത്തിയ പഴത്തിന് കൂടുതൽ മാധുര്യം ഉണ്ടാകും. ഇത് സുഖമുണി എന്നും കിളി കൊത്തി കൊടുത്ത പഴമാണ്. ഈ ഭാഗവതം ആസ്വദിച്ചവർക്ക് അമൃതം പോലും വേണ്ടാൻ പറയും. അത് നമ്മൾ മഹാത്മ്യത്തിൽ കേട്ടതാണ്. പരീക്ഷിത്ത് ഭാഗവതം കേൾക്കുന്ന സമയത്ത് ദേവന്മാരൊക്കെ കുറച്ച് അമൃതം കൊണ്ടുവന്ന് വേണോ ചോദിച്ചപ്പോൾ വേണ്ടാൻ പറഞ്ഞു. പരീക്ഷിത്തും വേണ്ടാൻ പറഞ്ഞു, ശുഗനും വേണ്ടാൻ പറഞ്ഞു. എന്താണ് അമൃതദ്രവ സംയുക്തം, അമൃതം പോലും ദ്രാവയതി, അത് വേണ്ടാം തോന്നിപ്പോവും. അമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം. ഇത് എത്ര പ്രാവശ്യം ഭാഗവതം കേൾക്കണം ഇവിടെ കണക്ക് പറഞ്ഞിട്ടില്ലേ. ആലയം, അത് ഭാഗവത്തിൽ ലയിച്ച് ചേരുന്നത് വരെ, ഭഗവാനിൽ ലയിച്ച് ചേരുന്നത് വരെ ഈ ഭാഗവതം നമ്മൾ ആസ്വദിക്കണം പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവതം ഇവിടെ വ്യാസൻ പറയുമ്പോൾ എല്ലാ പുരാണവും ഇങ്ങനെയാണ് തുടങ്ങുന്നു. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയായിരിക്കും. നൈമിഷേ അണിമിഷ ക്ഷേത്രേ ഋഷയ ശൗണകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത്തെ. 18 പുരാണവും അരങ്ങേറ്റം നടന്ന സ്ഥലമാണ് നൈമിഷാരണ്യം പേരുള്ള ക്ഷേത്രം. ഇപ്പോഴും ഉത്തരഭാരതത്തിൽ ലക്നോവിനടുത്ത്, അവിടെ നിന്ന് ഒരു 4 മണിക്കൂർ ബസ്സിൽ യാത്ര ചെന്ന നൈമിഷാരണ്യം, നീംസാർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെയാണ് സൂതഗദ്ദി, ഇപ്പോഴും ഒരു വലിയ കുന്നുണ്ട്. അവിടെയാണ് സൂതൻ കഥ പറഞ്ഞ സ്ഥലം പറയാറുണ്ട്. അതുപോലെ വ്യാസഗദ്ദി, വ്യാസൻ പറഞ്ഞു കൊടുത്ത പുരാണം എഴുതിയ സ്ഥലം, 2 സ്ഥലം അവിടെ ഉണ്ട്. ഇപ്പോഴും പോയാൽ നമുക്ക് കാണാം. അവിടെ വെച്ചാണ് സൂതപൗരാണികൻ എല്ലാവർക്കും 18 പുരാണവും പറഞ്ഞു കൊടുത്ത സ്ഥലം. പണ്ട് ഋഷീശ്വരന്മാർ തപസ് ചെയ്യാൻ നല്ല സ്ഥലം വേണം ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ദർഭ കൊണ്ട് ഒരു ചക്രം ഉണ്ടാക്കി ഇങ്ങനെ ഉരുട്ടി വിട്ടു. ആ ദർഭ കൊണ്ട് ഉണ്ടാക്കിയ ചക്രം ഓടി അവസാനം ഇവിടെ വീണു. ഇങ്ങനെ ഇവിടെ ഉരുണ്ട് വീണത് കൊണ്ടാണ് അത് നേമിഷീയതേതി നൈമിഷം അത് പേര് വരാൻ കാരണം. ആ ചക്രം വീണ സ്ഥലത്തിൽ ഇപ്പോഴും ചക്രതീർത്ഥം ഒരു തീർത്ഥക്കുളമുണ്ട്. ആ വെള്ളം തന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ആ വെള്ളം തന്നെ, ആ ചക്രതീർത്ഥം വളരെ പ്രധാനമാണ്. ആ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ വെച്ച് ഋഷീശ്വരന്മാർ സത്രയാഗം നടത്തി. സത്രയാഗം എന്നാൽ 12 ദിവസം മുകളിൽ നടത്തുന്ന യാഗങ്ങളൊക്കെ സത്രയാഗമായിട്ട് പറയും. അങ്ങനെ അവർ സഹസ്ര സമമാസത്തെ 1000 കൊല്ലം ദീർഘസത്രം ചെയ്യാൻ തീരുമാനിച്ചു. 1000 കൊല്ലം ഒരു യാഗം നടത്തണമെങ്കിൽ നമുക്ക് സപ്താഹം നടത്താൻ തന്നെ പേടിയാണ്. എന്താ കാരണം, സപ്താഹം നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ആചാര്യനോ പിന്നെ ശ്രോതാക്കളോ എല്ലാം അറിയാതെ ജീവിക്കേണ്ടേ. ഒരാൾക്കും ജീവിത നിശ്ചയമില്ലല്ലോ. ഈ ഋഷീശ്വരന്മാർക്ക് പേടിയില്ല. 1000 കൊല്ലം യാഗം നടത്താം അവിടെ നിന്ന് തീരുമാനിച്ച് നോട്ടീസ് ഇറക്കി. അവർക്ക് മരണഭയം ഇല്ല ഋഷീശ്വരന്മാർക്ക്. അവരെന്ത് ചെയ്തു, ഒരു മന്ത്രം കൊണ്ട് ഒരു കൂർച്ച ഉണ്ടാക്കി. അതിൽ യമൻ്റെ മന്ത്രം പറഞ്ഞ് സുഗന്നപ്പൻ ധാമഭയം കൃണോതു. അവിടെ യമൻ്റെ മന്ത്രം പറഞ്ഞ് അസ്മിൻ കൂർച്ചയെ യമം ആവാഹയാമിന് യമന ആവാഹിച്ചു. ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുശാമിത്രകർമ്മണി നകശ്ചിൻ മ്രിയതേ താവദ്യാവതാസ്തൈഹാന്തകഃ. ഇപ്പോൾ യമണിയും ആവാഹിച്ചത് കൊണ്ട് അവർക്ക് പേടിയില്ലേ. യമണക്കും സുഖം. യമൻ നല്ല ഭാഗവതല്ലേ, നമുക്ക് ഭാഗവതം കേൾക്കാൻ പറഞ്ഞ് യമധർമ്മരാജാവ് അവിടെ ഇത് കേൾക്കുന്നു. അവിടെ യാഗം ചെയ്യുമ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ 12 മണിക്ക് നിർത്തും. പിന്നെ വീണ്ടും വൈകുന്നേരം 5 മണിക്കേ തുടങ്ങുള്ളൂ. അപ്പോൾ 12 മണി വരെ, 12 മണി മുതൽ ഉച്ച 12 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ യാഗം ചെയ്യുന്നവർ ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു, നല്ല കഥകൾ കേട്ടിരുന്നു. ആ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഒരു മഹാത്മാ അവിടെ ഉണ്ടായിരുന്നു, രോമഹർഷണൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രോമഹർഷൻ പേര് പറയുന്നു? രോമാണി ഹർഷയാൻ ചക്രേ ശ്രോതൃണാം യസ് സ്വഭാഷണൈഹി കർമ്മണ പ്രചിതസ്തേന രോമഹർഷണ സംജ്ഞയ. അദ്ദേഹം കഥ പറയുമ്പോൾ രോമാഞ്ചകഞ്ചകിതനായി കഥ പറയും. കേൾക്കുന്നവർക്കും രോമാഞ്ചം ഉണ്ടാവുന്ന രീതിയിൽ കഥ പറയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രോമഹർഷണൻ എന്ന് പേര് വരാൻ കാരണം. അദ്ദേഹത്തിന് ബലരാമസ്വാമി മുക്തി കൊടുത്തു. പിന്നെ കഥ പറയാൻ ആളില്ലാതായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹണ ഏർപ്പാടാക്കി ബലരാമസ്വാമി ഉഗ്രശ്രവസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഉഗ്രൻ പറഞ്ഞാൽ മഹാവിഷ്ണു, നരസിംഹത്തിൻ്റെ പേരാണ് ഉഗ്രം. ഉഗ്രം വീരം മഹാവിഷ്ണു
ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ആ ഉഗ്രനായ ഭഗവാന്റെ ശ്രവസ് പറഞ്ഞാൽ പുകഴ്. ആ നരസിംഹ ഭഗവാന്റെ പുകഴ് കേൾക്കാനും നരസിംഹ ഭഗവാന്റെ പുകഴ് പാടാനും താല്പര്യമുള്ളത് കൊണ്ടാണ് ഉഗ്രശ്രവസിന് പേര്. ആ കഥ പറയുന്നവരുടെ ജാതിയാണ് സൂതജാതി. പണ്ട് ഓരോരോ കാര്യം ചെയ്യുന്നവർക്ക് ഓരോ പ്രത്യേകം ഏർപ്പാട് ചെയ്തു വെച്ചിരുന്നു. പുരാണം പറയുന്നവരാണ് സൂതന്മാർ. സൂതാഹ പൗരാണിക പ്രോക്താഹ. പണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ 3 തരം ആൾക്കാർ ഉണ്ടായിരുന്നു. സൂതൻ, ബന്ദി, സൂത, പൗരാണിക, ബന്ദികൾ, ഇവിടെ 3 ആൾക്കാർ. മാഗധൻ, ബന്ദി, 3 തരം ആൾക്കാർ. അതിൽ പൗരാണം പറയുന്നവരൊക്കെ സൂതന്മാരാണ് പേര്. സാധാരണ സൂത ശബ്ദത്തിന് ചേരിതെളിക്കുന്ന ആളാണ് സൂതൻ. ഇവിടെ കഥ പറയുന്ന പുരാണം പറയുന്നവർക്ക് സൂതൻ പറയാൻ എന്താ കാരണം? അവരും നല്ല കഥ പറഞ്ഞ് നമ്മുടെ ശരീരമാകണം വണ്ടി മര്യാദയ്ക്ക് തെളിച്ച് കൊണ്ടുപോകണ്ടേ, അതിനുള്ള ഉപദേശം വേണ്ടേ. അതുകൊണ്ടാണ് സൂതൻ. പുരാണം പറയുന്നവർക്ക് സൂതൻ എന്ന പേര്. രാജാവിൻ്റെ പരമ്പര പറയുന്നവർക്കാണ് മാഗധന്മാർ. മാഗധ വംശസംസകാഹ. ബന്ദിനസ്ത്വമലപ്രജ്ഞാഹ പ്രസ്താവ സദസോക്തയ. ഓരോരോ ഒക്കേഷൻ, ഇപ്പോൾ ശിവരാത്രി വരുമ്പോൾ അതിൻ്റെ മഹിമ എന്താണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് എന്താണ്, ഇന്ന് സപ്തമി പറഞ്ഞാൽ സപ്തമിക്ക് എന്താണ് പ്രാധാന്യം, ഇങ്ങനെ ഓരോന്നിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരാണ് ബന്ദികൾ. ഇങ്ങനെ 3 തരം ആൾക്കാർ ഉണ്ടായിരുന്നു. അതിൽ സൂതജാതിയിൽപ്പെട്ടവരാണ് ഇദ്ദേഹം. അദ്ദേഹം വന്നപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു, വരാൻ പോകുന്ന യുഗം കലിയുഗം. കലിയുഗ ജനങ്ങൾക്ക് എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് അതിൻ്റെ സാരം എന്താണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ സകല ശാസ്ത്രങ്ങളുടെ സാരം ഞങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നതിന് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ സൂതപൗരാണികൻ തൻ്റെ ഗുരുനാഥനെ ധ്യാനിച്ചു കൊണ്ട് തുടങ്ങുന്നു. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം വൈപായനോ വിരഹകാതര ആജുഗാവ